ജാനു, എന്താ ഈ കിണറിന് എത്ര അടി താഴ്ച വരും? എത്ര അടി താഴ്ച വരുമെന്ന് താനൊന്ന് ഇറങ്ങി നോക്ക്, അപ്പ അറിയാം. ശൃംഗരിക്കാൻ വന്നിരിക്കുന്നു മാഷകളെ. വെറുതെ അല്ലടി നീയൊക്കെ ഇവിടെ ഇങ്ങനെ വെള്ളം കോരി കിടക്കണേ. മുട്ടതിനും പിടിച്ചതിനൊക്കെ തെക്കുംപ്രങ്കാരോട് മെക്കെട്ട് കയറാൻ വരലല്ലേ വടക്കുംപ്രങ്കാരെന്നവരുടെ പണി. അക്കം കിട്ടുമ്പോ 4 വർത്താനം പറഞ്ഞു വെച്ച് കുറ്റമൊന്നുമില്ല. എന്നാലും ഒന്ന് പറഞ്ഞ് 2 പറഞ്ഞ് എന്തൊക്കെ ഉണ്ടാവോ ആവോ? അമ്മായി, ഇല്ല, ഒന്നും ഉണ്ടാവില്ല, ഉറപ്പാ. ആ ഭാഗം KK ചിപ്സിന് വിട്ടു തരാ. വേണ്ട, എഴുന്നേൽക്കണ്ട. ഇവിടെ ആരും അതിന് എഴുന്നേറ്റില്ലല്ലോ. എഴുന്നേറ്റില്ലെങ്കിൽ വേണ്ട, അതും പറഞ്ഞ് തർക്കിക്കാൻ ഞാനില്ല. കമലാസിനോട് ഞാനൊരു കാര്യം കഴിഞ്ഞവണയും പറഞ്ഞിട്ടുള്ളതാണ്. ഈ അടുക്കള ഭാഗത്ത് കൂടെയുള്ള വരവ് എനിക്കത്ര പിടിക്കുന്നില്ല. അറിയാം, ഓർമ്മയുണ്ട്. വല്യമ്മായി മാത്രല്ല, പല അമ്മായിമാരും എന്നോട് ചോദിക്കാറുണ്ട്. ആ അമ്മായിമാരോട് പറയുന്നത് പോലെ തന്നെ ഈ വല്യമ്മായോടും പറയണു. സ്ത്രീജനങ്ങൾ ഇരിക്കുന്നിടത്ത് ഐശ്വര്യമുള്ളൂ, ഐശ്വര്യമുള്ളിടത്ത് കമലാസനക്കുറിപ്പ് ഉണ്ടാവൂ. തെറ്റാന്ന് വെച്ചാലും കമലാസനക്കുറിപ്പ് പിൻഭാഗത്തോടെ വരൂ. മാപ്പാക്കണേ അമ്മായി, അറിയാതെ പറഞ്ഞു പോയതാ. ഇത് ഈ പറഞ്ഞ പോലെ അച്ഛനോട് പറയാനുള്ള ധൈര്യമുണ്ടോ കുറിപ്പിന്? അതും ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കണ്ട കേട്ടോ. കുട്ടി എന്റെ KK ചിപ്സിന്റെ സാരി ചിറ്റിൽ ചേർന്നില്ല? എനിക്ക് ആവശ്യത്തിന് സാരിയൊക്കെ ഉണ്ടല്ലോ. എന്നാ പിന്നെ പാത്ര ചിട്ടി, പാദസര ചിട്ടി, ട്രാൻസിസ്റ്റർ ചിട്ടി, അങ്ങനെ തരുണീമണികളുടെ അഭിരുചിക്കനുസരിച്ച് ഈ ഭൂമുഖത്തുള്ള എന്തിനേയും ചിട്ടിയുടെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ള ഒറ്റ ചിട്ടി കമ്പനി എവിടെയുള്ളൂ, KK ചിപ്സ് ആൻഡ് ഫൈനാൻസിയേഴ്സ്. അശ്വതി കുട്ടിയോട് മാത്രം പറയാൻ വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അങ്ങനെ അശ്വതി കുട്ടിയോട് മാത്രം പറയണ്ട, ഞാനും കൂടെ കേക്കട്ടെ. നിർത്ത്. ഞാൻ തുടങ്ങാൻ പോകുന്ന പാത്രച്ചിട്ടിയുടെ ഉദ്ഘാടനം ഈ ഇരിക്കുന്ന പാവപ്പെട്ട അശ്വതി കുട്ടിയെ കൊണ്ട് നിർവഹിപ്പിക്കാൻ വല്യമ്മായിയുടെ അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത്. അല്ലാതെ അമ്മായി തെറ്റിദ്ധരിച്ചിരിക്കുന്ന പോലെ അശ്വതി കുട്ടിയോട് ശൃംഗരിക്കാനോ കൊഞ്ചു കുഴയാനോ അല്ല ഞാൻ വന്നതെന്ന് ഞാനിവിടെ ഊന്നി പറയുകയാണ്. അടുക്കള ഭാഗത്തൂടെ പോകണ്ട. അടുക്കള ഭാഗത്ത് പോണില്ല. അത് തന്നെ ഞങ്ങളും പറയണേ. പ്രധാന ഉത്സവം സ്ഥിരമായിട്ട് ഒരു കൂട്ടിൽ തന്നെ നടത്താൻ പാടുള്ളൂ എന്ന് ഭഗവതി എന്താ തുള്ളി പറഞ്ഞു. കൊടിയേറ്റ ഉത്സവം കേമത്തിൽ കേമാക്കാൻ വടക്കുംപുറത്താർക്കെ കഴിയും തെളിയിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 വർഷം ഇല്ലാച്ചാൽ റിസീവർ പറഞ്ഞോളുക. തെക്കുംപുറത്താർ നയിച്ചത് നാട്ടുകാർ കണ്ടേ. ഏതൊരുട്ടം കുതിരയെടുപ്പും കാക്കരശി ആയി ഒന്നും പറയണ്ട. ഭഗവതി പുഴ കടന്ന് പോവാത്ത തറവാടിന്റെ സുഹൃതാന്ന് ഇരിച്ചാൽ മതി. വക്കീലദ്യം, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക, ഉത്സവ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണോ അല്ല അസാരം അധിക്ഷേപിച്ച് വിട്ടുകളയാവുന്ന ധാരണയിലാണോ ഞങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തി? വെറുതെ എന്തിനാ അതുവിധം പറഞ്ഞ്? എന്നാ കേട്ടോളുക, പുതിയൊരു ഏർപ്പാടിനും വടക്കുംപുറ ഇല്ല. കീഴ്വഴക്കം എന്താ വെച്ചാൽ അതുപോലെ നടക്കട്ടെ. എന്ത് കീഴ്വഴക്കം? ഒക്കെ ഉണ്ടാക്കിയതല്ലേ. കൊടിയേറ്റ ഉത്സവം ഇക്കുറി ഞങ്ങൾ നടത്തിയാൽ നടക്കുമെന്ന് നോക്കട്ടെ. കാരണവന്മാർ സംസാരിക്കുന്നിടത്ത് ഇളമുറക്കാരൻ എന്താ കാര്യം? ആവശ്യമില്ലാത്തത് കാര്യത്തിന് സംസാരിക്കണ്ട. ബാലേന്ദ്രനോട് ചോദിച്ചില്ല, ഇറങ്ങിയപ്പോൾ പറഞ്ഞത് മറക്കണ്ട. ഓരോ കൂട്ടർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്, അതങ്ങോട്ട് അനുസരിക്കുക. അനുസരിപ്പിക്കാനുള്ള യോഗ വെച്ചാൽ തെക്കുംപുറത്തുകാരുടെ പട്ടിയെ കിട്ടില്ല. വേറെ ആളെ നോക്കിയാൽ മതി. പാടോ കാര്യസ്ഥന്മാരുടെ ഭരണം. വക്കീലെ, ഒന്ന് ഞാൻ പറയാം, വക്കീലിന്റെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കില്ല. പ്രശ്നം തിരുമേനിക്ക് വിടുക. ഒരാഴ്ച മുമ്പ് എത്തുമെന്നായിരുന്നു കരുതിയത്. ദീർഘയാത്രയായിരുന്നില്ലേ? താണ്ടാത്ത ദൂരങ്ങളില്ല. കാശി, ഹരിദ്വാർ, ഋഷികേശം. അതിനിടയിലും എപ്പോഴോ ഭഗവതി വിളിച്ചു. തിരികെ നടന്നു. അല്ല, വന്നതുകൊണ്ടിപ്പോ കാര്യമുണ്ടായില്ലേ? ഭഗവതിയുടെ കാര്യം പറഞ്ഞുള്ള തർക്കം 10-20 വർഷമായില്ലേ വെച്ച് നടത്തണു. എന്നാ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുക? അമ്മേ ഭഗവതി, വരാ, മഠത്തിലിരുന്ന് ആലോചിക്കാം. സകുങ്കുമവിലേപനാളികചുംബികസ്തൂരിക സമന്തഹസിതക്ഷണം സശരചാപപാശാങ്കുശ ആശേഷജനമോഹിനി മരുണമല്യ ഭൂഷോജ്വല ജപാകുസുമഭാസുരം ജപവിധൗ സ്മരേതംബിക. ഇരിക്ക. ആ, നിശ്ചയിച്ച പോലെ തന്നെ നറച്ചിട്ട് തീരുമാനിക്കാം. അത് വേണമെന്നില്ല, തിരുമേനി തന്നെ. അതന്നെ. തീർപ്പ് കൽപ്പിക്കാനൊക്കെ ഞാനാരാ?
മേലെടുത്ത് തറവാട്ടില് എനിക്കെന്താ കാര്യം ചോദിച്ചാ, പരദേവതയുടെ അമ്പലത്തില് ശാന്തിക്കുള്ള അവകാശത്തിന്റെ പഴയ ഒരു കഥയല്ലേ ഉള്ളു പറയാൻ. അതൊരു പഴങ്കഥയൊന്നുമല്ല. അച്ഛൻ നമ്പൂരി പൂജാരിയായിരുന്ന കാലത്താ ക്ഷേത്രത്തിന് ഇക്കാണുന്ന ഐശ്വര്യമൊക്കെ ഉണ്ടായത്. ഈ കാണുന്നാന്ന് പറയുമ്പോ ഇപ്പൊ കാണുന്നുണ്ടോ ഗോന്നമെന്നെ? പോവോ? ഇല്ല, വേണ്ടത് വെച്ചില്ലേ എല്ലാം. 3 വർഷം മുമ്പ് ഞാനായി മുൻകൈയെടുത്ത സമാസമാവകാശത്തിന്റെ തീർപ്പോടെ ഈ ഉത്സവം തുടങ്ങി വെച്ചത്. അന്നത് ചെയ്യുമ്പോ വിചാരിച്ചത് എല്ലാരും ഒന്നിക്കുന്ന, പ്രശ്നമൊക്കെ തീരുന്ന. എന്നിട്ടിപ്പോ കൊടിയേറ്റം നടത്തേണ്ടത് ആരെന്ന കാര്യത്തിൽ തന്നെ തർക്കമുണ്ടാകുക. ദേവി ഭഗവതി, ഇക്കാര്യത്തിലൊരു തീർപ്പെന്ന് പറയുമ്പോ അത് രണ്ടിലൊരു ഭാഗത്തിന് അനുകൂലമായി പറ്റൂ. അത് ഞാനായി കൽപ്പിക്കാന്ന് വെച്ചാ അതിലൊരു ശോഭകേടുണ്ട്. ഞാൻ ആരുടേതല്ല, എന്നാലോ എല്ലാവരുടെയാണ്. അത് തന്നെ ഞാനും പറയണേ. ഞാനും ആരുടെ അല്ല എന്ന് വെച്ചാൽ എല്ലാവരുടെയാണ്. ആ കണ്ണാടി ഉരുക്കടോ, തട്ടി തടഞ്ഞു വീഴൂ. താങ്ക് യു. അതുകൊണ്ടെന്താ, വടക്കുംപുറത്തെ കാര്യസ്ഥന്റെ അനന്തരാവാസിയാണെങ്കിലും തെക്കുംപുറത്ത് ഇരിക്കാൻ എനിക്ക് ചെറിയൊരു ഇരിപ്പിടമുണ്ട്. ഇരിപ്പട അടുക്കളയിലായിരിക്കും, ചെലവേ മേലെ. എന്താടോ ചിരവത്ര മോശ? KK ചിറ്റ്സ് ഒരു ചിരവ ചിട്ടി കൂടി തുടങ്ങാൻ പോകുന്നുണ്ട്, തന്റെ പടം വെച്ചിട്ട്. കുടുംബക്കാർ വന്നിരിക്കുമ്പോ കുട്ടി എന്തിനാ മറഞ്ഞൊന്ന് നോക്കണേ? കടന്നു വരൂ. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക അല്ലേ? ആരെങ്കിലും ആണുങ്ങൾ ഉമ്മർത്ത് വന്ന അപ്പോൾ അവള് വായി നോക്കാൻ എത്തും. എന്താ ചേച്ചി ഈ ചെറുപ്പം കുട്ടികൾ ഇങ്ങനെ വഴക്ക് പറയണേ? ചേച്ചിയോ? ആരുടെ തന്റെ ചേച്ചി? താൻ എന്നെക്കാൾ എത്ര വയസ്സിന് മൂത്തതാ? പക്ഷേ എന്റെ മനസ്സിപ്പോഴും ചെറുപ്പാണ് കല്യാണിക്കുട്ടി അമ്മായി. എന്താ വിളിച്ചേ? കല്യാണിക്കുട്ടി അമ്മാന്ന്. എടി അപ്പുറത്ത് പോവാൻ. നിക്കവിടെ. ഞാൻ തുടങ്ങാൻ പോകുന്ന കൊലുസു ചിറ്റിയുടെ ഉദ്ഘാടനം ഈ നിൽക്കുന്ന പാവപ്പെട്ട അമ്മിണിക്കുട്ടിയെ കൊണ്ട് നിർവഹിപ്പിക്കാൻ കല്യാണി അമ്മയോട് അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത്. അല്ലാതെ കല്യാണി അമ്മ തെറ്റിദ്ധരിച്ചതുപോലെ ശൃംഗരിക്കാനോ കൊഴിഞ്ഞാടുവാനോ വന്നതല്ല എന്ന് ഞാൻ ഇവിടെ ഊന്നി പറയാ. തന്റെ ഈ അടുക്കള വശത്തോടുള്ള വരവുണ്ടല്ലോ, മേലാൽ അത് ആവർത്തിച്ച. ഒരു സെക്കൻഡ്, കുട്ടി അകത്തേക്ക് പോവൂ. അവിടെ നിൽക്കടി. അകത്ത് പോവാനാ പറഞ്ഞത്. നിൽക്കാൻ. എന്നാ നിന്ന് കേക്കട്ടെ. മേലാൽ അത് ആവർത്തിച്ച ചൂലെടുത്ത് എന്റെ മുഖത്തടിക്കും. ആ കല്യാണമേ ഒരു ചായ. ഇപ്പൊ കുടിക്കണ്ട. പിന്നെ എപ്പോഴാ കുടിക്കുക? ഇപ്പൊ കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ടാ കൊരങ്ങ. താൻ പോടാ അവിടുന്ന്. ആ അത് ശരിയാ. അപ്പൊ കസ്റ്റമേഴ്സിന് ചീത്ത പറഞ്ഞു തുടങ്ങിയല്ലേ? ആ കളി വേണ്ട. എന്റെ വന്നേ.